അയ്യോ വീഡിയോ പാട്ടറിയ ഫീൽ നമ്മ മിക്കവാറും ഈ കിടക്കണ ഇൻഡിഗോ ആയിരിക്കും നമ്മൾ പോണത്. നമ്മളേറ്റവും ലാസ്റ്റ് നമ്മൾ ഇൻഡിഗോയിൽ കയറി ഇരുന്ന് എന്താ ഞാൻ ബാഗ് പിടിക്കാമെന്ന് വാങ്ങിക്കുന്ന തുണിയില്ലേ, ഞാനത് പണ്ട് വാങ്ങിച്ചേക്കണത് 300 സംതിങ്ങിനാ. പക്ഷെ ഇപ്പം അതിന് 800-900 ഒക്കെയാണ് അതിൻ്റെ റേറ്റ്. ഞാൻ ഇവിടെ എയർപോർട്ടിൽ വന്നപ്പോൾ എനിക്ക് കുറേ പേർക്ക് എന്നെ അറിയാമായിരുന്നു, ഇവിടുത്തെ സ്റ്റാഫുകൾക്ക്. അവരൊക്കെ എൻ്റെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഞാനിപ്പോൾ ഇരിക്കുന്നത് വിൻഡോ സൈഡ് സീറ്റാണ്. ശരിക്കും അമ്മയുടെ സീറ്റ്, അച്ഛൻ്റെ സീറ്റുകളുണ്ടാവും. പക്ഷേ ഗൈസ് നമ്മൾ ലാൻഡ് ചെയ്തു. ഞാൻ മൂവ് ഔട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് ലാൻഡ് ചെയ്തു. സ്ഥലം ഏതാന്ന് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. ലൈക്ക് ഓൾമോസ്റ്റ് എല്ലാ ഇന്ത്യക്കാർക്കും വരാൻ ആഗ്രഹമുള്ളൊരു സ്ഥലമാണ്. എല്ലാവരും ഫ്രണ്ട്സായിട്ടൊക്കെ വന്നൊരു സ്ഥലമാണ്. ഞാനിവിടെ ജോലിയുടെ ഭാഗമായിട്ട് ഇങ്ങോട്ട് മാറുകയാണ്. സോ സ്ഥലം ഏതാന്ന് ഞാൻ കാണിച്ചു തരാം. ഗോവ ഗൈസ്. ആൾക്കാരിവിടെ അടിച്ചു പൊളിക്കാൻ വേണ്ടി വരുമ്പോൾ ഞാനിവിടെ വന്നേക്കുന്നത് ജോലിക്കായിട്ടാണ്. ജോലിയുടെ ഞാൻ പഠിച്ചതായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ജോലിയൊക്കെ കിട്ടി. സോ മയം അടിച്ചു പൊളിക്കലെങ്കിൽ മയ അച്ഛനമ്മ ഈസ് വെരി വെരി ഹാപ്പി. നിൽക്കുന്നുണ്ടാ ഞാൻ വ്ലോഗ് എടുക്കുന്നതുകൊണ്ട് മാറിയിരിക്കണതാ. പക്ഷെ ഫൈനലി ഞാൻ പണിയെടുത്ത് ജീവിക്കാൻ നമ്മൾ കേസ്. അപ്പം എന്താ, അതെ ഗോവയിലേക്കാണ് ഞാൻ ഷിഫ്റ്റ് ചെയ്യണത്. ഞാൻ അത്രേ ഉള്ളൂ. അതും നേവൽ ആർക്കിടെക്റ്റായിട്ട് ഷിഫ്റ്റ് ചെയ്യാതിൽ ഹാപ്പി കൈൻഡ് ഓഫ്. ലൈഫിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് പോകണോണ്ടുള്ളൊരു പേടിയുണ്ട്. ഇനി ഒറ്റയ്ക്ക് ജീവിക്കണം, അതൊക്കെ എങ്ങനെയാണ് എന്താണ്. അയ്യോളാ നല്ലൊരു പട്ടി. ഞാൻ മിസ് ചെയ്യും. ആമീനെ മിസ് ചെയ്യും, അച്ഛനും അമ്മനെ മിസ് ചെയ്യും. അവരിക്കൂടെ ഉള്ളായിരുന്നു കുഴപ്പമില്ല. പക്ഷെ അവർ പോയി കഴിഞ്ഞപ്പം ആലു, ആദി, ജിത്തു, മീനു എല്ലാവരും ഞാൻ മിസ് ചെയ്യും. ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. उधर नीचे है ना वो चर्च वाला ഒരു മനുഷ്യരില്ല അല്ലേ, നിശ്ചലമായ സ്ഥലം. അതുകൊണ്ട് ഞാൻ പേടിയാവും. ഇതൊരു നമ്മള് ഗോവയിലെത്തി. ഇത് അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ
വർക്ക് ചെയ്യുന്ന ഒരാളുടെ വീടാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ സ്റ്റേ ചെയ്യാമെന്നൊക്കെ ആയിരുന്നു വിചാരിച്ചിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ബിക്കോസ് ഓഫ് സം റീസൺസ് ഇവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വേറെ റൂം സെറ്റാക്കിയിട്ടുണ്ട്. നല്ലൊരു റൂം കിട്ടിയിട്ടുണ്ട്. ലൈക്ക് ഐ എം റിയലി ഹാപ്പി വിത്ത് ദാറ്റ് റൂം. ആൻഡ് ഞാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെയാണ്. സോ ലൈക്ക് എനിക്ക് നടന്നു പോകാവുന്ന ഡിസ്റ്റൻസേ ഉള്ളൂ. ആൻഡ് സീരിയസ്ലി ലൈക്ക് ലിറ്ററലി നമ്മൾ ഇപ്പോൾ എവിടെയെങ്കിലും നിൽക്കാൻ പോയി കഴിഞ്ഞാൽ അവിടുത്തെ റൂം ഫുഡാണെങ്കിൽ തന്നെ നമുക്കൊരു സമാധാനം ഉണ്ടാവും. ലൈക്ക് ഓക്കെ എന്നുള്ളൊരു സമാധാനം. സീരിയസ്ലി ആ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് സീരിയസ് ആയിട്ട്. മാൻ ഗോവ ഈസ് നോട്ട് എന്താ ഹറിബറി പ്ലേസ്. എങ്ങനെ ഭയങ്കര തിരക്കുടിച്ച സ്ഥലത്തല്ല ഞാൻ താമസിക്കണം. അതുകൊണ്ടിട്ട് അതിൻ്റെ ഒരു സമാധാനമുണ്ട്. ലൈക്ക് കാം ആൻഡ് ക്വൈറ്റ് അല്ല, വണ്ടികളൊക്കെ ഉണ്ട്, ബട്ട് ഭയങ്കര റഷായിട്ടുള്ള സ്ഥലമല്ല. സോ അതുകൊണ്ടിട്ട് ഇറ്റ്സ് ഗുഡ്. പിന്നെ എനിക്കിവിടെ പരിചയക്കാരൊക്കെ എനിക്ക് എൻ്റെ അങ്കിള് മെയിനായിട്ട് ND മഹീന്ദർ എന്ന് പറഞ്ഞിട്ട് ലൈക്ക് ആള് എന്നെ ചെറുപ്പത്തിലെ ഇങ്ങനെ കുറേ വളർത്തി നോക്കിയിട്ടൊക്കെ ഉള്ള ആളാണ്. ഞാൻ അങ്കിളിനെ കുരങ്ങനങ്കിളിനൊക്കെ വിളിച്ചിരുന്നു. അപ്പോൾ അങ്കിളിന് എനിക്ക് ഓർമ്മയില്ല ഞാൻ ചെറുതായിരുന്നപ്പോഴത്. പക്ഷെ അങ്കിളിന് ഇപ്പോഴും ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഭയങ്കരമായിട്ട്. അങ്കിളിങ്ങനെ ഫുള്ള് എൻ്റെ കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ നടക്കാം. അങ്കിളിൻ്റെ ഒരു മോനുണ്ട്, വൈഫുണ്ട്, അമ്മയുണ്ട്. അങ്കിളുടെ അമ്മക്ക് 96 വയസ്സായി. ഇപ്പോഴും നല്ല വെള്ളമൊക്കെ അടിച്ച്. സോ ഗൈസ്, എനിക്ക് റൂം കിട്ടി. റൂമിലേക്ക് ഞാൻ വന്നിട്ടുണ്ട്. ഇറ്റ്സ് എ നൈസ് റൂം, ലൈക്ക് സീരിയസ്ലി നൈസ് റൂം. ആൻഡ് നമ്മളുടെ അൺപാക്കിങ് കാര്യങ്ങളൊക്കെ നടക്കണം. നമ്മൾ ബെഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. സോ ആൻഡ് ഷിഫ്റ്റിങ്. സോ സാധനങ്ങളൊക്കെ മാറ്റിക്കൊണ്ടേയിരിക്കണം. സോ അച്ഛനും മകനും രാത്രി 9 മണിക്ക് ഫ്ലൈറ്റ്. അവർ പോയി. ഞാൻ അവരെ വിട്ടിട്ട് അധികം അങ്ങനെ നിന്നിട്ടില്ല. But this is reality and I have to deal with it. Like life in അടുത്ത സ്റ്റേജ്, അടുത്ത സ്റ്റെപ്പ്. നല്ല വിഷമമുണ്ട്. But it's okay. I made my parents proud. I got a job. Guys, actually I should not be sad. Like seriously. എന്തിനാ വിഷമിക്കണേ അല്ലേ? And the main thing not to be sad, look at my view. I will show. കണ്ടോ? ലൈക്ക് സൂപ്പറാണ് ഗൈസ് എൻ്റെ വ്യൂ. I'm living in heaven. ഇത്രയും നല്ല വ്യൂ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. Wow. And I should be happy for this at least. നോക്ക് ഗൈസ് സൂപ്പർ അല്ലേ? സൂപ്പർ വ്യൂ അല്ലേ എൻ്റെ? നമസ്കാരം മൈ കുട്ടീസ്. ദിസ് ഇസ് സെക്കൻഡ് ഡേ ഇൻ മൈ ന്യൂ ഹോം. സോ നിങ്ങളോട് ഞാൻ കാണിച്ചു തന്നു ഞാൻ ഗോവയിലാണ്. എനിക്ക് നാളെയാണ് ജോയിൻ ചെയ്യേണ്ടത്. സോ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് വീടൊക്കെ ഒന്ന് അറേഞ്ചൊക്കെ ചെയ്ത് ഓൾമോസ്റ്റ് ലൈക്ക് അധികം സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് എങ്ങനത്തെ റൂമാണ് കിട്ടുക നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. ബട്ട് ഇപ്പം എനിക്ക് അത്യാവശ്യം നല്ലൊരു റൂമാണ് കിട്ടിയേക്കുന്നത്. ബട്ട് കോവിൽ റെൻറ്റ് നല്ല കൂടുതലാണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഐ ഹാവ് ഗോട്ട് എ ഗുഡ് നൈസ് റൂം. സോ എല്ലാം ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ റൂമിൽ ഫസ്റ്റത്തെ കൂടി ബാസിലാക്കാൻ പോവാണ്. കാരണം ഞാൻ ഇന്നലെ വന്നിട്ട് ഇതുവരെ കുളിച്ചിട്ടില്ല. ഇന്നും
ഒരു മൂടുണ്ടായില്ല, പക്ഷെ കുളിക്കണ്ടേ, കുളിക്കണമല്ലോ, ചൂടൊക്കെ അല്ലേ. അപ്പം ഞാൻ വേർത്തതാണ് കുളിക്കാമെന്ന് വിചാരിച്ചു. സോ ഗൈസ്, നമ്മളിങ്ങനെ എല്ലാം അറേഞ്ചൊക്കെ ചെയ്ത് സെറ്റൊക്കെ ഞാൻ കുളി കഴിഞ്ഞു. എൻ്റെ ഫസ്റ്റത്തെ കുളി കഴിഞ്ഞ് ഇനി ഞാനൊന്ന് എൻ്റെ ഓഫീസ് വരാൻ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ഇവിടെ നിന്ന് എങ്ങനെ അങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞൂടാ. നടന്നാൽ മതി എന്ന് എനിക്കറിയാം, പക്ഷെ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. അപ്പം ജസ്റ്റ് ഒന്ന് പോയി നോക്കാം, അല്ലെങ്കിൽ നാളെ കാലത്ത് ഞാൻ തപ്പിത്തറഞ്ഞ് നടക്കേണ്ടി വരുമല്ലേ. അങ്ങനെയല്ല, മറ്റേ ലാസ്റ്റ് പാർട്ട് ഓഫ് വീഡിയോ. സോ നാളെയാണ് എനിക്ക് ജോലിക്ക് കയറേണ്ടത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ എന്താണ് എല്ലാം ശരിയാക്കി വെക്കണം. ഫസ്റ്റ് ഡേ അല്ലേ. സോ എൻ്റെ അടുത്ത് അമ്മ വിളിച്ചു പറഞ്ഞു ഡ്രസ്സൊക്കെ തേച്ചൊക്കെ വെച്ചേക്കണം, നാളെ കാലത്ത് അവിടെ കിടന്ന് പേശം കെട്ട് കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഡ്രസ്സൊക്കെ തേച്ചേക്കാം. എന്തായാലും ഞാൻ നാളെ കാലത്ത് നേരത്തെ എഴുന്നേക്കും, സമയം ഉണ്ടാവും. പക്ഷെ എന്നാലും അമ്മ പറഞ്ഞല്ലേ ചെയ്തേക്കാം. അപ്പം ഡ്രസ്സ് എടുത്തപ്പോൾ ഞാൻ നാളെ എനിക്കിപ്പോൾ വെക്കാനായിട്ട് കബോർഡൊന്നും കിട്ടാത്ത കാരണം എല്ലാം പെട്ടിയിലൊക്കെ തന്നെയാണ്. ജോലിക്ക് പോകുമ്പോൾ ഞാൻ വലിയ ആളായി.